ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മളീ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ് കേട്ടോ. പെട്ടെന്നുണ്ടായൊരു പ്ലാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയതെല്ലാം പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വണ്ടി കയറി, ഒന്നും നോക്കിയില്ല. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 8:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് നമ്മളിങ്ങനെ നേരെ പാലക്കാട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പുകളെ പറയുന്നത് നമ്മളെ മൈൻഡിന് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്രകളാണ്. ഇപ്പം നിൻ്റെ വർക്കിൻ്റെ തിരക്കാണെങ്കിലും നമ്മളെ വീട്ടിലെ തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്കൊരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കിട്ടും. അത് പ്രത്യേകിച്ച് നമ്മളെ ഫാമിലിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് ഏകദേശം എത്താനായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. രാത്രി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്ട് ഒരു തട്ടുകടയിൽ കയറി. നമ്മളവിടെ കയറിയിട്ട് നല്ല ദോശയും ബുൾസയും ചായയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അവിടെ ലൈവായിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നത് അതൊരു വേറെ വൈബാണല്ലോ. അവരിങ്ങനെ ലൈവായിട്ട് നമുക്ക് നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ നല്ല സാമ്പാറും കുഴപ്പമില്ലായിരുന്നു. ഒരു ഓക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു. എന്നാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കഴിച്ചു. നമ്മളങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പറഞ്ഞു നമുക്കോരോ ബുൾസയും കൂടി ഓർഡർ ആക്കിയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും ഓരോ ബുൾസയും കൂടി ഓർഡർ ആക്കി. പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും നല്ല കോമ്പിനേഷനായിരുന്നു. എല്ലാം കൂടെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. കാരണം നമുക്കിനി അവിടെ എത്തിയിട്ട് പിന്നെ കഴിക്കാനുള്ളൊരു ടൈം ഉണ്ടാവില്ല. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം 1 മണി 2 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് വയറണിച്ച് ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി കേട്ടോ. ആര്യനും ഇപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനൊക്കെ നല്ലൊരു വൈബിലായിരുന്നു ട്രിപ്പ് പോകണം. എന്തായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന തട്ടുകട. ഏകദേശം ലൊക്കേഷൻ വരുന്ന പാലക്കാടത്തുന്നതിന് മുമ്പ്, കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ യാത്ര തുടർന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടീസൊന്നും ഉറങ്ങിയിട്ടില്ല. അവരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ല അടിപൊളി റോഡായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, 100-110 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് നടക്കൽ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസാന്ന് പറയണ മാതിരി എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. ഏകദേശം നമ്മളെ മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പാണ് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും അതിൻ്റെ ഒരു സമയം എന്ന് പറയാം എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആരൊക്കെ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലുള്ള ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മളെ ലൈഫിൽ നടക്കുന്ന അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളും എൻ്റെതായ രീതിയിൽ നല്ലൊരു അടിപൊളി ചാനലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഹൈവേയിൽ കയറി അടിപൊളിയായിട്ട് നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും ഇപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റുള്ള ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടിയാണ് നിർത്തിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. പക്ഷേ വീഡിയോയിൽ എത്രത്തോളം കാണേണ്ട മനസ്സിലാവേണ്ട എനിക്കറിയില്ല. നമുക്ക് അവിടെ ഇങ്ങനെ നിന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ സൈഡാക്കിയിട്ട് അവിടെയുള്ള വ്യൂ ഇങ്ങനെ ആസ്വദിക്കാമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറി കേട്ടോ. വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നത് മുന്നിലോട്ടൊന്നും കാണുന്നില്ല. അതാണ് സത്യാവസ്ഥ. നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ സൈഡിലിരുന്നിട്ട് അപ്പോൾ ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും മിണ്ടാതിരിക്കുമായിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്റ്റർബ് ആക്കാൻ പാടില്ലല്ലോ. ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുമായിരുന്നു. നമുക്ക് മുന്നിലൊന്നും കാണുന്നുണ്ടായില്ല. നല്ല കോട മൂടിയിട്ട് കുറേ വണ്ടികളൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റാണ്ട്. നല്ല കോട പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ഇത്ര കൊടൈക്കനാൽ പറഞ്ഞപ്പോൾ ഇത്ര കോട ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കൊടൈക്കനാലിൽ എന്ത് കാണാൻ അങ്ങനൊരു സംസാരമായിരുന്നു. പക്ഷേ കൊടൈക്കനാലെത്തിയപ്പോഴാണ് കൊടൈക്കനാൽ ഒരു സംഭവമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങോട്ട് പോകണ വഴിയെന്ന് പറയണത് പ്രത്യേകിച്ച് നമ്മൾ ഈ ടൈം രാത്രി ഇതിപ്പോൾ ഒരു 11-12 മണി ആ ടൈമൊക്കെ ആക്കണം. ആ ടൈമിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനൊരു കോടയും
ആ ഒരു അന്തരീക്ഷവും എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. രസത്തിൽ ഏകദേശം കുറേ ദൂരം ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. നമ്മളിങ്ങനെ കോട പിടിച്ച റൂട്ടിലൂടെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നല്ല സ്പീഡിലൊന്നും പോകാൻ പറ്റാണ്ട് ഒരു ഭാഗത്ത് സ്പീഡിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏകദേശം എത്താൻ ഒരുപാട് ടൈമായിട്ടോ. നമ്മൾ ഒരു 3 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മൾ കൊടൈക്കനാൽ ജംഗ്ഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരാളെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റൂം ചോദിച്ചപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ അവരെ ഫോളോ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റൂം തപ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നിൽ പോകുന്ന ചേട്ടനാണ് നമുക്ക് റൂം കാണിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അയാളെ പിന്നാലെ നമ്മളിങ്ങനെ പോവുകയാണ്. കുറേ നേരമായി പോകലടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഇപ്പം നമുക്ക് റൂമിലെത്തണമല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉള്ളിലോട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലോട്ട് തന്നെ കൊണ്ടുപോകും വിചാരിക്കുക. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ചായപ്പോൾ ഒരു റൂമിൻ്റെ അവിടെ എത്തിയിട്ട് ആൾ അടുത്ത് സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം. നല്ല ലൈറ്റും വെളിച്ചങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പൊക്കെ ഉള്ള റൂമായിരുന്നു. കുഴപ്പമില്ല. രാത്രിയിൽ വന്നപ്പോൾ ഇതാണ് വ്യൂ. നേരം വെളുത്താലാണ് നമുക്ക് അവിടെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ മൊത്തത്തിൽ കാണാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലെത്തണം, ഉറങ്ങണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നൊരു സ്പേസാണിത്. റൂം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമുക്ക് നൈസായിട്ടൊന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്നൊരു സെറ്റപ്പൊക്കെ ഉള്ളൊരു കുഴപ്പമില്ലാത്ത റൂം. അന്ന് നല്ല നമ്മൾ റിസോർട്ട് പോലെയുള്ളൊരു ആംബിയൻസും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു റൂം. നമുക്ക് അത്യാവശ്യം ഒരു നോർമൽ ബഡ്ജറ്റിലൊക്കെ താമസിക്കാൻ പറ്റുന്നൊരു, നമുക്കങ്ങനെ തിരയാനുള്ള ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈം 3 മണി ആ ടൈമല്ല. അപ്പം എന്നൊരു ഇങ്ങനെയൊക്കെയുള്ള റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നാളെ നല്ലൊരു റൂം നോക്കാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയാണ്ട് നേരം വെളുത്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് കിടക്കായിരുന്നു, ഒറ്റ കിടത്തായിരുന്നു. ഉറങ്ങി നേരത്തെ എണീറ്റു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മോനും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെയും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ റൂമിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഞാനും മോനും. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നേരം വെളുത്ത് പിന്നെ ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ റൂമിൻ്റെ പരിസരങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റിട്ട് മോനക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചെടുക്കായിരുന്നു നമുക്ക് ഇവിടെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടിയാണ് ജസ്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഫ്രഷ് ആവാനോ ഇതിനൊന്നും ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് മുഖം കൈ വാഷ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇതായിരുന്നു, ഈ വഴിയിലൂടെ ആയിരുന്നു ഇന്നലെ അയാൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണിച്ച റൂമിൽ ആദ്യം നമ്മൾ നോക്കി. അപ്പോൾ അവിടെ ആ റൂം മൊത്തം ഫുള്ളായിരുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയി നമ്മൾ ഇവിടെ ലേക്കിലെത്തിട്ടോ. അവിടെയൊക്കെ എത്തിയാൽ നല്ല അടിപൊളി. നമുക്ക് ഏകദേശം ജസ്റ്റ് ഊട്ടി പോലെയാണോ ചോദിച്ചാൽ അല്ല എന്നാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയല്ല, ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കുക, വെറുതെ ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ പോയി ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കൊടൈക്കനാൽ. നമ്മൾ ലൈഫിൽ എന്തായാലും ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പോകണം തോന്നും. അതാണ് കൊടൈക്കനാൽ. എന്തായാലും അവിടെ കുറേ കുതിരകളും അതുപോലെ തന്നെ സൈക്കിളുകളും 2-3 പേർക്കൊക്കെ ഒന്നിച്ചിരുന്നിട്ട് പോകാൻ പറ്റുന്ന സൈക്കിളുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളടുത്ത് അവരിങ്ങനെ ചോദിക്കും ഹോഴ്സ് റൈഡ് ചെയ്യണോ അതേപോലെ സൈക്കിൾ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയി. നമ്മളിപ്പോൾ കാണാൻ ഇറങ്ങിയതാണല്ലോ, പിന്നെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ. ആര്യനൊക്കെ നല്ല ഓണാണ്. അവന് കാറിന് പുറത്തോട്ട് നോക്കുകയാണ്. അവിടെ പിന്നെ അവന് വെള്ളം കാണുന്നത് നല്ല ഇഷ്ടമാണ്. ഒരു സൈഡിൽ ഇങ്ങനെ നല്ല വെള്ളം കാണുകയാണല്ലോ ലേക്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിളുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ സൈക്കിൾ എടുത്തിട്ട് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. നേരൊക്കെ വെളുത്തപ്പോൾ തണുപ്പിന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു സമാധാനം ഉണ്ട് പറയാം. ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നില്ല. ഇപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോയി
ലേക്കിൽ കയറിയാലോ എന്നുള്ള ചർച്ചയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെയും കടന്നു വരില്ല. പിന്നെ അവിടെ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയാൽ പോരെ ചോദിച്ചു. അപ്പോൾ എനിക്കും തോന്നിയാൽ അതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മളിനി റൂമിലൊക്കെ പോയിട്ട് മാറ്റിയിട്ട് പിന്നെയും ഇങ്ങടെ പിന്നെയും വരണം. അപ്പം പിന്നെ നമ്മൾ ആദ്യം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ട്രിപ്പ് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്നൊരു ട്രിപ്പൊന്നുമല്ല. അപ്പോൾ നാളെ ഫാർമസി പോയിരിക്കേണ്ട ഞാനാണെന്ന് കൊടൈക്കനാൽ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുവിധം ട്രിപ്പുകളൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ പോകണം അങ്ങനെ ചെയ്യണം എന്നൊന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇന്ന് നമുക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. അങ്ങനെയാണ് ഞങ്ങളെ ഒരുവിധം ട്രിപ്പുകളൊക്കെ സംഭവിക്കാറ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ നാളെ എന്താ നടക്കാൻ പോകുന്നത് പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ കുറേ പ്ലാൻ ചെയ്യും, ചിലപ്പോൾ അതുപോലെ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് യാത്രയുടെ കേസിൽ നമുക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകണം. ആ ട്രിപ്പിനാണ് ഭയങ്കരമായിട്ടുള്ളൊരു വൈബ് ഉണ്ടാവുക. നമ്മൾ ചിലപ്പോൾ ചില ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിനൊരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ടൈമിൽ പോകുന്ന ട്രിപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ ചിലപ്പോൾ ചെറിയ സന്തോഷമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ട്രിപ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെങ്കിൽ കുറേ പൈസ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിനൊരു ടൈം ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് വേണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമുക്ക് ട്രിപ്പ് പോകണം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് എന്തെങ്കിലും കാശ് ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള ക്യാഷിനനുസരിച്ചിട്ടുള്ള ട്രിപ്പുകൾ പോവാം. നമ്മളടുത്ത് അത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇത്ര ക്യാഷായിട്ട് ഞാൻ പോവുള്ളൂ എന്നുള്ളത് അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രിപ്പുകളൊന്നും നടക്കില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമ്മൾ ഉണ്ടാവുന്ന എന്താ അത്ര ഉറപ്പ്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണോ ഇന്ന് നമുക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകുക. ആ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിക്കറും എന്താ അപ്പോൾ അത് നടക്കുകയും ചെയ്യും. ചില പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊന്നും ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും മറ്റേ റീൽസ് എടുക്കാൻ വല്ല വീഡിയോ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. അതിനുശേഷം നമ്മൾ ഒരു ജസ്റ്റ് കാറൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് മറ്റേ ലേക്കിലേക്ക് പോണേൻ്റെ ജംഗ്ഷനിൽ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഫുഡ് വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ കഴിച്ചു. മാഗിയും അതേപോലെ തന്നെ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കഴിക്കാനായിട്ട് കൊടൈക്കനാൽക്ക് ഒന്നും കൂടിയും പോകണം നല്ല ആഗ്രഹമുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അത് വീഡിയോ എടുക്കാൻ മറന്നതാണോ എന്ന് എനിക്കറിയില്ല, അതൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബോട്ടിങ് നടത്താൻ വേണ്ടിയാണ്ട് പോയതാട്ടത്. അവിടെ ജസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുട്ടികൾക്കൊരു രസമല്ലേ വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഒരു റൈഡിന് ഇറങ്ങിയിട്ടോ. എന്തായാലും നൈസായിരുന്നു. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ വേറെയും സെപ്പറേറ്റ് വേറെ ആൾക്കാരങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആര്യന് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. കായലിനെ വെച്ചിട്ട് നമ്മളിതിന് മുമ്പ് ഊട്ടിയിലും അതേപോലെ തന്നെ വേറെ എവിടെയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യന് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നല്ല രസമായിട്ട് അങ്ങനെ മറ്റേ മയിലിൻ്റെ പുറത്തൊക്കെ കയറി നിന്നിട്ട് കുറേ നേരം ഞങ്ങൾ റൈഡ് ചെയ്തു. എന്താ സംഭവിച്ചു പോലും അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ നമ്മളിങ്ങനെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത ടൈം അവർ നോക്കും കേട്ടോ. നമുക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് അരമണിക്കൂറാണ് കറക്റ്റ് ഓർമ്മയില്ല ടൈം തന്നിട്ടുണ്ടാവും. ആ ടൈമിൽ തന്നെ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുത്ത പേയ്മെൻറ്റ് മതിയാവുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം എടുത്ത് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ചാർജ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ റൗണ്ടൊക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിന് തിരിച്ചെത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കാഹിലും ഫാദറും പാടെയാണ് അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അവിടെ അങ്ങനെ ഇരിക്കേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളെന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടോ. നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനുശേഷം നമ്മൾ റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ട് തിരിച്ച് പോകാൻ കേട്ടോ. നമുക്കിനി ഇവിടുന്ന് റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇനി അടുത്ത ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. യാത്രയുടെ ബാക്കി വിവരങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലാട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി ബാക്കി നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിലുണ്ടായിരിക്കും. സെക്കൻഡ് പാർട്ട് ഉണ്ട്, എല്ലാവരും കാണണം.